ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീതാമാഹാത്മ്യം. ഗീതാശാസ്ത്രം പഠിച്ച ശേഷം അതിൻ്റെ മാഹാത്മ്യം, അതായത് ഗീതാമാഹാത്മ്യം ചൊല്ലുക എന്നത് അനിവാര്യമാണ്. അടുത്തതായി ഗീതാമാഹാത്മ്യം. ഹിന്ദുമതത്തിലെ 18 മഹാപുരാണങ്ങളിൽ ഒന്നാണ് ശ്രീവരാഹപുരാണം. ഭൂമിദേവിയെ രക്ഷിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ വരാഹാവതാരത്തെ കേന്ദ്രീകരിച്ചാണ് ഈ പുരാണം രചിക്കപ്പെട്ടിരിക്കുന്നത്. വരാഹമൂർത്തിയും ഭൂമിദേവിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് ഇതിലെ തത്വജ്ഞാനം വെളിപ്പെടുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം ശ്രീവാരാഹപുരാണത്തിൽ അന്തർഗതമായിട്ടുള്ളതാണ്. ഭഗവത്ഗീത പഠിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് ശ്രീവരാഹപുരാണത്തിൽ ഭൂമിദേവി മഹാവിഷ്ണുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന മറുപടി. അതിൽ നിന്നാണ് ഗീതാമാഹാത്മ്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥ ഗീതാമാഹാത്മ്യം. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ധരോവാച ഭഗവൻ പരമേശാന ഭക്തിരവ്യഭിചാരിണീ പ്രാരബ്ധം ഭുജ്യമാനസ്യ കഥം ഭവതി ഹേ പ്രഭോ. ധരോവാച. ധര എന്നാൽ ഭൂമിദേവി. ഭൂമിദേവി ചോദിക്കുന്നു, അല്ലയോ പരമപുരുഷ, തൻ്റെ പ്രാരബ്ധം അനുഭവിക്കുന്ന ഒരുവന്, അതായത് തൻ്റെ മുൻകാല കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നവന് എങ്ങനെയാണ് ഭഗവത്പാദങ്ങളിൽ അചഞ്ചലമായ അവ്യഭിചാരിണിയായ ഇളക്കമില്ലാത്ത ഭക്തിയുണ്ടാവുന്നത്? വിഷ്ണുരുവാച. അതിന് ഭഗവാൻ മറുപടി പറയുന്നു, പ്രാരബ്ധം ഭുജ്യമാനോ ഹി ഗീതാഭ്യാസരതഃ സദാ സമുക്തസസുഖീ ലോകേ കർമ്മണാനോപലിപ്യതേ. ഭൂമിദേവിയുടെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഗീതാമാഹാത്മ്യം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. തൻ്റെ മുൻകാല കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്ന ഒരാൾ ഗീതാപഠനത്തിൽ സദാ തൽപരനായാൽ അയാൾ സന്തുഷ്ടനായി തീരും. ജനനമരണ ചക്രത്തിൽ നിന്നും അവന് മോചനം ലഭിക്കും. കർമ്മങ്ങളുടെ ഫലങ്ങൾ അയാളെ സ്പർശിക്കില്ല. കർമ്മത്താൽ അവൻ ബന്ധിതൻ ആവുകയുമില്ല എന്ന് ഭഗവാൻ ഉറപ്പു പറയുന്നു. മഹാപാപാദിപാപാനി ഗീതാധ്യാനം കരോതി ചേത് ക്വചിത് സ്പർശം ന കുർവന്തി നളിനീദളമംബുവത്. ജലത്തിൽ വളരുന്ന താമരയുടെ ഇതളുകളെ നനയ്ക്കാൻ ജലത്തിന് കഴിയാത്തതുപോലെ ഗീതാധ്യാനം ചെയ്യുന്നവൻ പൂർവജന്മത്തിൽ മഹാപാപം ചെയ്തവനായാൽ പോലും അവനെ ആ പാപങ്ങളൊന്നും ബാധിക്കുകയില്ല. അത്ര ശുദ്ധമായ അവസ്ഥയിൽ അവൻ എത്തിച്ചേരും. ഗീതായാ പുസ്തകം യത്ര യത്ര പാഠപ്രവർത്തതേ തത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്ര വൈ. ഭഗവത്ഗീതാ പുസ്തകം ഉള്ളയിടത്തും ഗീതാപഠനം നടക്കുന്നിടത്തും പ്രയാഗാദി സകല തീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകും. സർവേ ദേവാശ്ച ഋഷയോ യോഗിന പന്നഗാശ്ച യേ ഗോപാലാ ഗോപികാ വാവി നാരദോദ്ധവ പാർഷദൈ സഹായോ ജായതേ ശീഘ്രം യത്ര ഗീതാ പ്രവർത്തതേ. മാത്രമല്ല, ഗീതാപഠനം നടക്കുന്നിടത്ത് എല്ലാ ദേവന്മാരുടെയും ഋഷികളുടെയും യോഗികളുടെയും നാഗങ്ങളുടെയും ഗോപന്മാരുടെയും ഗോപികമാരുടെയും നാരദർ, ഉദ്ധവർ മുതലായ വിഷ്ണു പാർഷദന്മാരുടെയും സാന്നിധ്യവും സഹായവും എത്രയും വേഗം കിട്ടുന്നതായിരിക്കും. യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വീ നിവസാമി സദൈവ ഹി. അല്ലയോ ഭൂമിദേവി, ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നിടത്ത് നിശ്ചയമായും ഞാൻ തന്നെ സ്വയം അവിടെ എല്ലായ്പ്പോഴും വസിക്കുന്നതായിരിക്കും. അവിടെ എല്ലാ നന്മകളും പെട്ടെന്ന് കൈവരികയും ചെയ്യും. ഗീതാശ്രയോഹം തിഷ്ഠാമി ഗീതാമേ ചോത്തമം ഗ്രഹം ഗീതാജ്ഞാനമുപാശ്രിത്യ ത്രീൻ ലോകാൻ പാലയാമ്യഹം.
ഞാൻ തന്നെ സ്വയം ഗീതയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ ഉത്തമമായ ഗ്രഹം അഥവാ വാസസ്ഥാനം ഗീതയാകുന്നു. ഗീതാജ്ഞാനത്തെ ആശ്രയിച്ചാണ് ഞാൻ 3 ലോകങ്ങളെയും പരിപാലിക്കുന്നത്. ഗീതാമേ പരമാ വിദ്യ ബ്രഹ്മരൂപാന സംശയഃ അർദ്ധമാത്രാക്ഷരാ നിത്യ സ്വാനിർവാച്യപദാത്മിക. ഗീതയാണ് പരമമായ വിദ്യ. അത് ബ്രഹ്മസ്വരൂപമാണ്. ശാശ്വതമായ പ്രണവമന്ത്രത്തിൻ്റെ അവാച്യമായ തേജസ്സാണ് ഗീത. അത് സ്വയം നിർവചനീയവുമാണ്. ചിദാനന്ദേന കൃഷ്ണേന പ്രോക്താ സ്വമുഖദോർജുനം വേദത്രയീ പരാനന്ദ തത്വാർത്ഥജ്ഞാന സംയുത. ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ കൃഷ്ണൻ സ്വയം അർജുനന് ഉപദേശിച്ചതായ ഗീത പരമാനന്ദപ്രദവും തത്വാർത്ഥജ്ഞാനത്തോടു കൂടിയതുമാണ്. വേദങ്ങളുടെ സാരാംശം മുഴുവനും അതിൽ അടങ്ങിയിരിക്കുന്നു. യോഷ്ടാദശജപോ നിത്യം നരോ നിശ്ചലമാനസഃ ജ്ഞാനസിദ്ധിം സലഭതേ തതോ യാതി പരം പദം. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങൾ നിത്യവും പാരായണം ചെയ്യുന്നവന് ശുദ്ധമായ അചഞ്ചലമായ മനോനില കൈവരും. അറിവിൻ്റെ പൂർണ്ണതയിലെത്തുന്ന അവൻ പരമപദത്തെ പ്രാപിക്കും. പാഠേ സമർത്ഥസമ്പൂർണേ തദോർത്ഥം പാഠമാചരേത് തദാ ഗോദാനജം പുണ്യം ലഭതേ നാത്ര സംശയഃ. ഇനി അത് പൂർണ്ണമായും പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും പഠിച്ച് ആചരിച്ചാൽ ഗോദാനം ചെയ്യുന്നതിൻ്റെ പുണ്യം അതുമൂലം ലഭിക്കും, സംശയമില്ല. ത്രിഭാഗം പഠമാനസ്തു ഗംഗാസ്നാനഫലം ലഭേത് ഷഡംശം ജപമാനസ്തു സോമയാഗഫലം ലഭേത്. അതിൻ്റെ 1/3 പഠിക്കുന്നവന് ഗംഗാസ്നാനം ചെയ്ത ഫലവും 6 പാരായണം ചെയ്താൽ സോമയാഗം ചെയ്ത ഫലവും ലഭിക്കും. ഏകാധ്യായം തു യോ നിത്യം പഠതേ ഭക്തി സംയുതഃ രുദ്രലോകമവാപ്നോതി ഗണോ ഭൂത്വാ വസേച്ചിരം. പരമമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഒരധ്യായമെങ്കിലും വായിക്കുന്ന വ്യക്തിക്ക് രുദ്രലോകം പ്രാപിക്കാനും ഭഗവാൻ പരമശിവന്റെ ഗണങ്ങളിൽ ഒന്നായി ചിരകാലം അവിടെ വസിക്കാനും സാധിക്കും. അധ്യായം ശ്ലോകപാദം വാ നിത്യം യഃ പഠതേ നരഃ സയാതി നരതാം യാവൻ മന്വന്തരം വസുന്ധരേ. ഒരധ്യായമല്ലെങ്കിൽ ഒരു ശ്ലോകപാദമെങ്കിലും വായിച്ചാൽ മന്വന്തര അവസാനം വരെ മനുഷ്യജീവിതം തന്നെ ലഭിക്കും. 84 ലക്ഷം തരം ജീവജാലങ്ങളിൽ മനുഷ്യജന്മം ലഭിക്കുക എന്നത് മഹാഭാഗ്യമാണ്. കിട്ടിയ മനുഷ്യജന്മത്തിൽ തന്നെ മാനസികവും ആധ്യാത്മികവുമായ വളർച്ച നേടാനായില്ലെങ്കിലും അധപ്പതിക്കാതെ നോക്കാൻ ഗീതാപാരായണം സഹായിക്കും. ഒരു മന്വന്തരം എന്നത് 71 മഹായുഗങ്ങൾ ചേർന്നതാണ്. കൃത, ത്രേത, ദ്വാപര, കലിയുഗങ്ങൾ 4 ചേർന്ന് കാലയളവിനെയാണ് ഒരു മഹായുഗം എന്ന് പറയുന്നത്. അതുപോലെ 71 മഹായുഗങ്ങൾ ചേരുമ്പോൾ ഒരു മന്വന്തരമാകും. അഥവാ 30,67,20,000 വർഷങ്ങൾ. അത്രയും കാലവും വീണ്ടും വീണ്ടും മനുഷ്യജന്മം തന്നെ എടുക്കാൻ സാധിക്കും എന്നർത്ഥം. ഗീതായാ ശ്ലോകദശകം സപ്തപഞ്ചചതുഷ്ടയം ദ്വൗത്രീനേകം തദർത്ഥം വാ ശ്ലോകാനാം യഃ പഠേന്നര ചന്ദ്രലോകമവാപ്നോതി വർഷാണാമയുധം ധ്രുവം ഗീതാപാഠസമായുക്തോ വൃതോ മാനുഷതാം വ്രജേത്. ഗീതയിലെ 10, 7, 5, 4, 3, 2, 1 ശ്ലോകമോ കുറഞ്ഞ പക്ഷം ഒരു പകുതി ശ്ലോകമെങ്കിലും പഠിക്കുന്നവൻ ചന്ദ്രലോകത്തെത്തി 10,000 വർഷം അവിടെ താമസിക്കാനിടവരും. ഗീത ദൈനംദിന പഠനക്രമമാക്കി മാറ്റുന്നവന് വീണ്ടും ഈ മനുഷ്യജന്മത്തിലേക്ക് തന്നെ തിരിച്ചു വരുവാനും സാധിക്കും.
ഗീതാഭ്യാസം പുനഃ കൃത്വാ ലഭതേ മുക്തിമുത്തമാം ഗീതേത്യുച്ചാര സംയുക്തോ മ്രിയമാണോ ഗതിം ലഭേത്. ഗീത ആവർത്തിച്ച് പഠിക്കുന്നതിലൂടെ ഒരുവന് ഉത്തമമായ മുക്തി ലഭിക്കും. അതുമല്ലെങ്കിൽ അന്ത്യസമയത്ത് ഗീത എന്ന വാക്ക് ഉച്ചരിച്ചെങ്കിലും മരിക്കുന്നവന് സദ്ഗതി തീർച്ചയായും ലഭിക്കും. ഗീതാർത്ഥശ്രവണാസക്തോ മഹാപാപയുതോപി വാ വൈകുണ്ഠം സമവാപ്നോതി വിഷ്ണുനാ സഹ മോദതേ. വീണ്ടും ഭഗവാൻ വാക്കു തരുന്നു, എത്ര മഹാപാപം ചെയ്തവനായാൽ പോലും ഗീതാസാരം കേൾക്കാൻ തൽപരനായവൻ വൈകുണ്ഠം പ്രാപിച്ച് ഭഗവാൻ വിഷ്ണുവിനൊപ്പം പരമാനന്ദത്തോടെ വസിക്കാനിടയാകും. ഗീതാർത്ഥം ധ്യായതേ നിത്യം കൃത്വാ കർമാണി ഭൂരിശഃ ജീവൻ മുക്ത സവിജ്ഞേയോ ദേഹാന്തേ പരമം പദം. ഏത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ഗീതാർത്ഥം ഗ്രഹിച്ച് അതിനനുസരിച്ച് ചെയ്താൽ അവൻ ജീവൻ മുക്തനാകും. ഈ ദേഹം വെടിയുമ്പോൾ പരമപദം പ്രാപിക്കാനും സാധിക്കും. ഗീതാമാശ്രിത്യ ബഹവോ ഭൂഭുജോ ജനഗാദയഃ നിർധൂതകൽമഷാലോകേ ഗീതായാദാ പരം പദം. ഈ ലോകത്ത് ഭഗവത്ഗീതയിൽ അഭയം പ്രാപിച്ച് ജനകമഹാരാജാവിനെ പോലുള്ള നിരവധി മഹാത്മാക്കൾ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് പരമപദപ്രാപ്തിക്ക് അർഹരായിട്ടുണ്ട്. ഗീതായാ പഠനം കൃത്വാ മാഹാത്മ്യം നൈവ യഃ പഠേത് വൃഥാ പാഠോ ഭവേത് തസ്യ ശ്രമ ഏവ ഹ്യുദാഹൃതഃ. ഗീത പഠിക്കുന്നവൻ തീർച്ചയായും ഗീതാമാഹാത്മ്യവും പഠിച്ചിരിക്കണം. ഗീതയുടെ പ്രാധാന്യം മനസ്സിലാക്കിത്തരുന്ന ഈ പാഠഭാഗം വായിക്കാതെ ഗീത വായിക്കുന്നത് വൃഥാ പരിശ്രമം പോലെ ആയിത്തീരും. ഏതന്മാഹാത്മ്യ സംയുക്തം ഗീതാഭ്യാസം കരോതി യഃ സതത്ഫലമവാപ്നോതി ദുർലഭാം ഗതിമാപ്നുയാത്. എന്നാൽ മാഹാത്മ്യത്തോടു കൂടി ഗീതാപാഠം പഠിക്കുന്നവൻ അതീവ ദുർലഭം എന്ന് നാം കരുതുന്നതായ പരമഗതിയെ പ്രാപിക്കാൻ സാധിക്കുന്നവനാകും. സൂത ഉവാച മാഹാത്മ്യമേതദ്ഗീതായാ മയാ പ്രോക്തം സനാതനം ഗീതാന്തേ ച പഠേത്യസ്തു യദുക്തം തദ്ഫലം ലഭേത്. ഇതി ശ്രീവാരാഹപുരാണേ ശ്രീഗീതാമാഹാത്മ്യം സമ്പൂർണം. സൂതൻ പറയുന്നു, എന്നാൽ പറയപ്പെട്ട ശാശ്വതമായ സനാതനമായ ഈ ഗീതാമാഹാത്മ്യം ഗീതാശാസ്ത്രത്തിന് ശേഷം പാരായണം ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇതുവരെ പറഞ്ഞ എല്ലാ ഫലങ്ങളും പഠിതാവിന് ലഭിക്കുന്നതാണ്. ഹരി ഓം തത്സത്.